ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ വൃത്തിയായി കഴുകി ഒന്ന് വരഞ്ഞു വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എന്നിവ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇങ്ങനെ ചതച്ച മസാല ഇനി ചിക്കനിലേക്ക് ചേർക്കാം. ചേർക്കേണ്ട മറ്റ് മസാലകൾ നോക്കാം. വറ്റൽ മുളക് ചതച്ചത്, പെരിഞ്ജീരകം, ഒരു മുട്ട. ചേർക്കേണ്ട പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കോൺഫ്ലോർ ചേർത്താൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. ഒരു നാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1/2 മുതൽ 2 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒരുമിച്ച് കോരിയെടുക്കാം. ഇങ്ങനെ അവസാനം കറിവേപ്പില ഇട്ട് കോരുന്ന സമയത്ത് നല്ല ഒരു മണമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കിയ ചിക്കൻ ഫ്രൈ സവാളയും നാരങ്ങായും വെച്ച് ഇതുപോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ സോഫ്റ്റുമായിട്ടുള്ള നല്ല ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.